അതെ, എല്ലാവരും എന്നാ പറയണോ? ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. എല്ലാവരും ഉണ്ട്. ചുമ്മാ ഒരു ബസ് യാത്ര. കുട്ടിസിൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തേക്കുവാ. അപ്പോൾ അത് തിരിച്ചു മേടിക്കാൻ പോകേണ്ട സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിള്ളേരെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ബസ്സിന് പോകാമെന്ന്. അവർക്കതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബസ്സിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് വിചാരിച്ചത്, ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ബസ്സിനായിരുന്നു കേട്ടോ. അതിനകത്തൊരു രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പപ്പ വണ്ടിയിൽ കണ്ടക്ടറായിരുന്നേ. അപ്പം എങ്ങാനും സ്കൂളിൽ വിടുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള സമയത്തോ ആണ് പപ്പയുടെ ബസ്സിന് ഞങ്ങൾ പോകുന്നതെങ്കിൽ എൻ്റെ വിചാരം ഞാൻ ആ വണ്ടിയുടെ ഓണറാണെന്നാണ് കേട്ടോ. എല്ലാവരുടെയും മുമ്പിൽ, കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ പിന്നെ ഭയങ്കര ആളുകളിയാണ്, ഭയങ്കര സ്റ്റൈലിൽ നിപ്പാട്ടോ. അത് മാത്രമല്ല, എൻ്റെ ഹീറോ ആയിരുന്നു പപ്പ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ച് നടക്കുന്ന കാണാൻ കേട്ടോ. പപ്പ എല്ലാവരും നന്നായിട്ട് പേടിപ്പിക്കുമായിരുന്നേ. പപ്പേനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ചെതല ജോസ് എന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മൂലയിൽ ആര് ടിക്കറ്റ് എടുക്കാതെ ഇരുന്നാലും പപ്പ പോയി കണ്ടുപിടിച്ച് ടിക്കറ്റ് എടുപ്പിക്കും. അതൊക്കെ രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഷൗട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. അങ്ങോട്ട് മാറി നിൽക്കടാ, ഇതെന്തൊരു ബാഗ്, ഇതിനകത്ത് തന്നെ കല്ലാണോ കൊണ്ട് നടക്കണേ. പിന്നെ ചേച്ചിമാരോടൊക്കെ പറയും, അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് കയറി നിൽക്കാൻ പാടില്ല എന്നൊക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പപ്പേനെ സ്കൂൾ പിള്ളേർക്കും കോളേജിലെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ പേടിയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ പല പ്രാവശ്യം അവർ അടക്കം പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ആ ചേട്ടനുള്ള വണ്ടി കയറണം, നമുക്ക് അടുത്ത വണ്ടിക്ക് പോകാമെന്ന്. അത് കേൾക്കുമ്പോൾ ഞാനൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ പപ്പയാണെങ്കിൽ വൈകിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പം ഈ കണ്ടക്ടർ ബാഗും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ അതിനകത്ത് ചില്ലറയും നോട്ടും ഒക്കെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പം ഞാൻ പപ്പയുടെ കൂടെ ഇതിനെല്ലാം കൂടത്തിലിരിക്കും കേട്ടോ. ലാസ്റ്റിൻ്റെ കുടുക്കയിലിടാൻ എനിക്ക് 1 രൂപയോ 2 രൂപയോ ഒക്കെ അതിൻ്റെ തൊട്ട് തരും. അതൊക്കെ നല്ല നല്ല ഓർമ്മകളായി ഇപ്പോൾ ഓർക്കുമ്പോഴേ. ഇപ്പം ബസ്സിൽ ആര് കയറുന്നു? നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നു, എങ്ങോട്ടെങ്കിലും ഓട്ടപ്പിടുത്തം, ഓട്ടപ്രദക്ഷിണവും, അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം. ബസ്സിലൊക്കെ കയറുന്ന കാലം മറന്നല്ലേ. ഇവിടുത്തെ ബസ് രീതികളൊക്കെ പിന്നെ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റുമാണ് കേട്ടോ. എന്തായാലും വർത്തമാനം പറഞ്ഞിരിക്കേണ്ട ഇടയ്ക്ക് എൻ്റെ ഫുഡും എല്ലാം റെഡിയായി. ഇനി ഇച്ചിരി മത്തി കിട്ടി, ഞാൻ അതുകൊണ്ട് പീര വെച്ചു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ചോറുണ്ണാവല്ലോ. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് കറിയുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കേ വേണ്ട. മീൻ വറുത്തും സാമ്പാറും ഒക്കെ ആയിട്ട് ലാവിഷായി. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.